അനിതര സാധാരണമായ സ്വരസിന്ധു പ്രവാഹമായി നിർഗള നിർദ്ധരിയായി തഴുകിയൊഴുകി വരുന്ന വചനധാരയിലൂടെ ജനസാഗരങ്ങളെ കോൾമയിർ കൊള്ളിച്ച അനുഗ്രഹീത ഭാഷകൻ, അതരം നിറഞ്ഞൊഴുകുന്ന വചന മാധുരിയിലൂടെ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളെപ്പോലും പുളകം കൊള്ളിച്ച പ്രൗഢോജ്വല പ്രഭാഷകൻ, വിശ്വാസി മനതലങ്ങളെ മദീനയിലേക്കു സഞ്ചരിപ്പിച്ച പ്രഭാഷണ വേദികളിലെ ഇതിഹാസം, കാലം കാതോർത്തിരുന്ന കവിത മയങ്ങുന്ന പ്രസംഗജാലം അബ്ദുസ്സമദ് സമദാനി സാഹബ് വേദിയെ അഭിസംബോധന ചെയ്യുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെയേറെ പ്രധാനവും പവിത്രവുമായ ജാമിഅ നൂരിയയുടെ സനദ് ദാന സമ്മേളനം അതിൻ്റെ മധ്യഭാഗത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള ഈ സന്ദർഭത്തിൽ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ജാമിയയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി, നമ്മുടെ ഏവരുടെയും അഭിവന്ദനായ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ആദരണീയരായ സയ്യിദ് അബ്ദുൽ നാസിർ തങ്ങൾ അവർകളെ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, ജാമിയയിലെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ബഹുമാന്യരായ നേതാക്കളെ, ഇന്ന് ബിരുദം സ്വീകരിച്ച് ആദരണീയരായ നമ്മുടെ നായകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുടെ കരങ്ങളിൽ നിന്ന് ബിരുദം സ്വീകരിച്ച് കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട യുവ പണ്ഡിതന്മാരായ ഫൈസിമാരെ, സഹോദരന്മാരെ, ഞാനിവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടിയല്ല എഴുന്നേറ്റ് നിൽക്കുന്നത്. ഈ മഹത്തായ സന്ദർഭത്തിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി മാത്രമാണ് രണ്ട് വാക്ക് സംസാരിക്കുന്നത്. ഷെയ്ഖുൽ ജാമിഅ, പാണ്ഡിത്യ ലോകത്തെ ശുക്രനക്ഷത്രമായ നമ്മുടെ ഏവരുടെയും അഭിവന്യനും പ്രിയങ്കരനുമായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവർകൾ അല്പസമയം മുമ്പ് ഇവിടെ സനദ് ദാന പ്രസംഗം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യുവ പണ്ഡിതന്മാർക്ക് നൽകിയ ഉപദേശത്തിൽ സൂചിപ്പിച്ച പോലെ വലിയ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന സമുദായത്തിന്റെ മധ്യത്തിലേക്കാണ് ഈ യുവ പണ്ഡിതന്മാർ പ്രവേശിക്കുന്നത്. ഈ മഹത്തായ പരിപാടി തുടങ്ങിയ ഘട്ടം മുതൽ ഷെയ്ഖുൽ ജാമിഅ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവരുടെ സനദ് ദാന പ്രസംഗം വരെ ഇവിടെ നടത്തപ്പെട്ട വലിയ ഉപദേശങ്ങൾ, വലിയ വാക്കുകൾ, വലിയ ഉത്ബോധനങ്ങൾ, അതെല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്ക് നിർവഹിക്കുന്നതിനുള്ള വലിയ കർത്തവ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഉത്ബോധനങ്ങളായി പരിണമിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മിലേവരെ സംബന്ധിച്ചിടത്തോളവും ജാമിഅ സമ്മേളനം ഒരു സമ്മേളനം എന്നതിലുപരി ഒരു ഓർമ്മ പുതുക്കുന്ന സന്ദർഭം കൂടിയാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന, ഗതകാലത്തേക്ക് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ മനസ്സും കടന്നു പോകുന്ന വളരെ വികാരോജ്വലമായ ഒരു സന്ദർഭമാണ് ജാമിഅയുടെ സമ്മേളനം. ഓരോ ജാമിഅ സമ്മേളനം വരുമ്പോഴും ആ സമ്മേളനത്തിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുമ്പോഴും മനസ്സിൽ നിറയുന്നത് എത്ര വർഷമായി ഈ സമ്മേളനത്തിൽ നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വലിയ ഓർമ്മയാണ്. ശോഭനമായ ജീവിതത്തെക്കുറിച്ചും മാത്രമല്ല ജാമിഅ സമ്മേളനം ഓർമ്മപ്പെടുത്തുന്നത് ചില മരണങ്ങളെക്കുറിച്ചും ചില വിയോഗങ്ങളെക്കുറിച്ചും ചില നഷ്ടങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭം കൂടിയാണ് ജാമിഅയുടെ സനദ് ദാന സമ്മേളനം. എത്രയോ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കന്മാർ, അവരുടെ ഒക്കെ തന്നെ സാന്നിധ്യം എത്രയോ കാലങ്ങളിലൂടെ അനുഭവിച്ചിട്ടുള്ള മഹത്തായ വേദിയിലാണ് നാം ഇപ്പോഴും ഈ സനദ് ദാന സമ്മേളനം നടത്തുന്നത്. ഉസ്താദ് കണ്ണിയത്ത് റഈസുൽ ഉലമ, കണ്ണിയത്ത് റഈസുൽ മുഹഖ്ഖിഖീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എത്രയോ തവണ ഇവിടെ ദുആ ചെയ്യുന്നത് കേട്ടുകൊണ്ട് ഈ വേദിയിൽ, ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ കാലഘട്ടം മുതൽ ആദരണീയരായ ശംസുൽ ഉലമയുടെ പ്രസംഗങ്ങൾ, വളരെ വിജ്ഞാനഗന്ധിയായിട്ടുള്ള പ്രഭാഷണങ്ങൾ, സനദ് ദാന പ്രസംഗങ്ങൾ, ഇന്നെങ്ങനെയാണോ ഇവിടെ ആദരണീയരായ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളും ഷെയ്ഖുൽ ജാമിഅ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ അവറുകളുമെല്ലാം ഇവിടെ യുവ പണ്ഡിതന്മാർക്ക് ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകിയത്, അതുപോലെ അവരുടെയൊക്കെ തന്നെ വിലപ്പെട്ട സംസാരങ്ങൾ, വിലപ്പെട്ട ഉത്ബോധനങ്ങൾ, വിലപ്പെട്ട പ്രാർത്ഥനകൾ
അതിനൊക്കെ ഇടയിൽ ഒരിക്കലും നമ്മുടെ കരളിൽ നിന്ന് മറയാത്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഒരു ഹിമാലയം പോലെ അറിവിന്റെ, സാന്ത്വനത്തിന്റെ, സ്നേഹത്തിന്റെ, മഹത്വത്തിന്റെ ഒരു ഹിമാലയം പോലെ നമുക്കിടയിൽ ഉയർന്നു നിന്നിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ കടന്നു വരികയും അവരൊക്കെ ഉപവിഷ്ടരാവുകയും അവരൊക്കെ പ്രാർത്ഥന നടത്തുകയും അവരൊക്കെ ഉത്ബോധനങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള ഈ വേദിയിലേക്ക് ഒരു രോമാഞ്ചത്തോടു കൂടിയല്ലാതെ, ഒരു കോരിത്തരിപ്പ് അനുഭവിച്ചുകൊണ്ടല്ലാതെ നമുക്കാർക്കും കടന്നു വരാൻ സാധ്യമാവുകയില്ല. ആ കണ്ണിയിൽ എൻ്റെ മനസ്സിൽ ദുഃഖത്തോടുകൂടി നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട, നമുക്കൊക്കെ പ്രിയപ്പെട്ട മുഹമ്മദ് ഫൈസിയുടെ ഓർമ്മകളാണ്. ജാമിയ എന്ന് കേൾക്കുമ്പോഴേക്ക്, ഞാൻ കഴിഞ്ഞ ജാമിയ സമ്മേളനത്തിൽ എൻ്റെ കാലിൻ്റെ ഒരു വീഴ്ചയെ തുടർന്ന് ഈ സമ്മേളനത്തിൽ വരാൻ കഴിയാതെ പോയ ആളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ഫൈസിയുടെ നിര്യാണ ശേഷമുള്ള ആദ്യത്തെ ജാമിയ സമ്മേളനമാണിത്. കഴിഞ്ഞ സമ്മേളനത്തിൽ വരാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വണ്ടിയിലൂടെ ഈ സ്റ്റേജിന്റെ അടുത്തെങ്കിലും വന്ന് ഇവിടെ വന്ന് കയറി ഇതിൽ പങ്കെടുക്കണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിന് സാധിക്കാതെ പോയി. കാലുകൊണ്ടന്ന് യാത്ര ചെയ്യാൻ കഴിയാതെ പോയ സമയമായിരുന്നതുകൊണ്ട് അള്ളാഹുവെ സ്തുതിച്ച് ഇന്നീ സമ്മേളനത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് പ്രതീക്ഷയോടും സന്തോഷത്തോടുമൊപ്പം മുഹമ്മദ് ഫൈസി ഇല്ലാത്ത ജാമിയ സമ്മേളനത്തിലേക്ക്, പട്ടിക്കാട് ഫൈസാബാദിലേക്കുള്ള എൻ്റെ യാത്രയാണ്. അത്രമേൽ ഈ ജാമിയ സമ്മേളനം നടക്കുമ്പോൾ ഈ സ്റ്റേജിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന മുഹമ്മദ് ഫൈസിക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ഉള്ളഴിഞ്ഞ് ഈ മഹത്തായ സദസ്സിനോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ഒരു കർമ്മയോഗി കടന്നു പോകുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന്. അല്പസമയം മുമ്പ് വേദിയിൽ വെച്ച് ഞാൻ അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ കാതിൽ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മുഹമ്മദ് ഫൈസിയുടെ വേർപാടിനെ കുറിച്ചും അദ്ദേഹമില്ലാത്ത ഒരു ശൂന്യതയെക്കുറിച്ചുമാണ്. ചില ആളുകൾ കടന്നുപോയാൽ ഒരാൾക്ക് ഒരാളും പകരം വെച്ചാൽ മതിയാവും. ചില ആൾ കടന്നുപോയാൽ ഒരാൾക്ക് 10 പേർ പകരം വെച്ചാൽ മതിയാവും. പക്ഷേ ഒരു 100 പേരെ കൊണ്ടുപോലും പകരം വെക്കാൻ കഴിയാത്ത ജാമിയ സമ്മേളനത്തിലേക്ക് മുഹമ്മദ് ഫൈസിയുടെ വിളി വരുന്നത് എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരണമെന്ന് പറഞ്ഞ വിളി ഒരു സാധാരണ ഔപചാരികമായ വിളിയായിരുന്നില്ല. ഉള്ളിനെ മുഴുവൻ സ്പർശിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉള്ള കാലത്തും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉള്ള കാലത്തും ഇപ്പോൾ നേതൃത്വം നൽകുന്ന ഈ കാലത്തും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഈ നേതൃത്വത്തിന്റെ ഈ ശോഭനമായ കാലത്തും എല്ലാ കാലത്തും നമുക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ആ ഒരു വല്ലാത്ത സാന്നിധ്യം, അദ്ദേഹത്തിന്റെ സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ജാമിയയുടെ ഈ സമ്മേളന നഗരിയിൽ ഈ സമ്മേളനം അവസാനിക്കാൻ പോകുന്നതിനും ഇനിയും വിലപ്പെട്ട പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. എനിക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാൻ ഈ സദസ്സുമായി പങ്കുവെക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ സ്മരണികകളൊന്നും എപ്പോഴും എടുത്തു നോക്കുന്ന ഒരു പതിവ് എൻ്റെ തിരക്കുള്ള ജീവിതത്തിൽ എനിക്കില്ല. പക്ഷെ മുഹമ്മദ് ഫൈസിയുടെ ജാമിയയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ആ കട്ടിയുള്ള സ്മരണിക, ഏകദേശം ഒരു പടുകൂറ്റൻ ഗ്രന്ഥത്തിന്റെ വലിപ്പമുള്ള ആ സ്മരണിക ഞാൻ ഇടയ്ക്കിടെ എടുത്തു നോക്കുകയും എൻ്റെ ഓർമ്മകളിൽ കണ്ണീര് നിറയുന്നത്, എൻ്റെ നെഞ്ച് തപിക്കുന്നത് ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഒടുക്കം കണ്ടപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച ആ ഒരു ഗാഢാശ്ലേഷം അതിനുശേഷം പിന്നെ ഒരിക്കലും ഞങ്ങൾ കണ്ടില്ല. ഒരു റോഡിന്റെ വക്കത്ത് വെച്ചായിരുന്നു. ആ കെട്ടിപ്പിടുത്തത്തിന്റെ രോമാഞ്ചവും അതിന്റെ കോരിത്തരിപ്പും ഞാൻ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറയേണ്ടത് എൻ്റെ നന്ദിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥനാ നിരതനാവുകയാണ്. ഇങ്ങനെ ജാമിയയുടെ ഓരോ സമ്മേളനവും ഒരു സങ്കടപ്പെടുത്തൽ കൂടിയാണ്. അത് സന്തോഷം മാത്രമല്ല. കാരണം കടന്നുപോയവരുടെ ഓർമ്മകൾ, കടന്നുപോയവരെ കുറിച്ച് കവി പറഞ്ഞ പോലെ നമുക്ക് പറയാൻ കഴിഞ്ഞേക്കും, ഉലായിക ആബായി, ഈ കടന്നുപോയവരാണ് എൻ്റെ പിതാക്കന്മാർ. ഫജ്ഇനി ബിമിസ്ലിഹിം, കാലമേ നീ അവരെ പോലുള്ളവരെ കൊണ്ടുവന്ന് തരുമോ എന്ന് കവി ചോദിച്ച പോലെ ചോദിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കും. പക്ഷേ കവി തന്നെ പിന്നീട് പറയുന്ന പോലെ വലിസ്സമാനി ബുഖ്ലുൻ, കാലഘട്ടത്തിന് പിശുക്കാണ്. കാലം എപ്പോഴും അങ്ങനെയുള്ളവരെ പോലെ കൊണ്ടുവന്ന് തരില്ല. ഒരു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോ ഒരു ശംസുൽ ഉലമയോ ഒരു കണ്ണിയത്ത് ഉസ്താദോ അവരെയൊക്കെ എപ്പോഴും ജനിപ്പിക്കുന്ന പതിവ് കാലത്തിനില്ല. അവരൊക്കെ ഇടക്കിടക്ക് മാത്രം ജനിക്കുന്നവരും അവരുടെ
ജന്മവും ജീവിതവും നാടിനും സമൂഹത്തിനും വലിയ ധന്യത പ്രദാനം ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് നാം ഈ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ ഓർമ്മ പുതുക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ക്ലേശകരമായ മാർഗത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ സ്ഫുടമായ ഭാഷയിൽ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഈ യുവപണ്ഡിതന്മാരെ മാത്രമല്ല ഈ സദസ്സിനെ അങ്ങോളം ഓർമ്മപ്പെടുത്തിയത്. ഞാനും ഈ സദസ്സിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നിച്ച് ആ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നെന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നാം പ്രാർത്ഥിക്കുകയാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലായുടെ 4 വരി കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നുഈബു സമാനനാ വൽ ഐബു ഫീനാ, നുഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നാം നമ്മുടെ കാലഘട്ടത്തിൽ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നു. നാം നമ്മുടെ കാലഘട്ടത്തിന് അഴിബുണ്ടെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ്? വൽ ഐബു ഫീന, സകല കുറ്റവും കുറവുകളും നമ്മിലാണ്, കാലത്തിനല്ല കുറ്റം. വമാ ലിസമാനിനാ ഐബുൻ സിവാനാ, നമ്മളല്ലാത്ത ഒരു അഴിബും ഈ കാലത്തിനില്ല. ഈ കാലഘട്ടത്തിന് വല്ല അഴിബുമുണ്ടെങ്കിൽ അത് നമ്മുടെ അഴിബ് മാത്രമാണ്. വനഹുജൂദസ്സമാനി ബിഗൈരി ദംബിൻ വലൗ നതഖസ്സമാനു ലനാ ഹജാനാ. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കാലഘട്ടത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പലതും പറയുന്നു. കാലമാകട്ടെ ബിഗൈരി ദംബിൻ, ഒരു കുറ്റവും കാലം ചെയ്തിട്ടില്ല. വലൗ നതഖസ്സമാനു, കാലത്തിന് സംസാരിക്കാൻ നാവുണ്ടായി കാലം സംസാരിച്ചിരുന്നുവെങ്കിൽ ലനാ ഹജാനാ, കാലം നമ്മെ അധിക്ഷേപിക്കുമായിരുന്നു. നാം ഒരു കാര്യവുമില്ലാതെ കാലത്തെ അധിക്ഷേപിക്കുന്നു. കാലഘട്ടത്തിന് നാവ് നൽകപ്പെട്ടാൽ അത് നമ്മെ ആക്ഷേപിക്കുമായിരുന്നു. ചെന്നായ ഒരിക്കലും ചെന്നായയുടെ മാംസം കഴിക്കുന്നില്ല. എന്നാൽ നമ്മളാകട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ പരസ്പരം വ്യക്തികൾക്ക് പരസ്പരം ആക്ഷേപിക്കാൻ തോന്നുകയും ചെയ്യുന്നു. മഹാനായ സയ്യിദുന ഇമാം ഷാഫിഈ, ഇൽമിന്റെ വലിയ വഴികാട്ടിയും മദ്ഹബിന്റെ ഇമാം മുജ്തഹിദും, ഏത് കാലഘട്ടത്തിലും അറിവിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് വഴികാട്ടുന്ന വിളക്കുമാണല്ലോ ഇമാം മുഹമ്മദ് ഇദ്രീസ് ഷാഫിഈ റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അവരുടെ ആ വാക്കിൽ പറഞ്ഞ പോലെ ഇവിടെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്കിന്ന് നൽകിയ ഉപദേശം അതാണ്. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഏത് ഇരുട്ടിന് ശേഷവും ഒരു സുപ്രഭാതം വരാനുണ്ട്. എത്ര തന്നെ രാവ് ഇരുണ്ടുപോയാലും, രാത്രി ഒരുപക്ഷെ നീണ്ടുപോയേക്കാം, എന്നാലും പ്രഭാതത്തിൽ എത്തുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു രാത്രിയും അവസാനിക്കാതിരിക്കില്ല. ആ രാത്രിക്ക് ശേഷം ഒരു സൂര്യോദയം ഉണ്ടാകും. അർദ്ധരാത്രിയുടെ ഇരുണ്ട ഗർഭത്തിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാകുന്നു അർഹമുർറാഹിമീനായ റബ്ബുൽ ഇസ്സത്ത്. ആ റബ്ബുൽ ഇസ്സത്തിന്റെ തഖ്ദീർ അനുസരിച്ച് ഒരു സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. ലോകത്താകെ തന്നെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ലേശങ്ങളും ഉള്ള ഓരോ കാലത്ത് അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജാമിഅ സമ്മേളനം നടക്കാറുള്ളത്. ഇവിടെ ആദരണീയരായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രഭാഷണം ആരംഭിച്ച ആദ്യത്തെ വാക്ക് ഞാൻ ഓർക്കുന്നു. വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്തൂടെയാണ് നാം കടന്നു പോകുന്നത്. വളരെയേറെ പ്രയാസങ്ങളുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ പ്രയാസമുള്ള കാലത്ത് ജീവിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ കാര്യം എപ്പോഴും ഉണ്ട്: രാവ് നീണ്ടുപോയാലും പ്രഭാതം വരാതിരിക്കില്ല. മാത്രവുമല്ല, കാലഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ നൽകിയിട്ടുള്ളതെല്ലാം ശുഭവൃത്താന്തങ്ങളാണ്. എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ പറഞ്ഞാൽ അതിന്റെ തുടക്കമാണോ ഒടുക്കമാണോ, ഏതാണ് ഉത്തമമെന്ന് പറയാൻ സാധിക്കില്ല. ഒരു മഴ പെയ്തു, അതിന്റെ തുടക്കമാണോ ഒടുക്കമാണോ, ഏതാണ് ഏറ്റവും ഉത്കൃഷ്ടമെന്ന് പറയാൻ കഴിയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അവസാന കാലത്ത് ദജ്ജാൽ വരുമെന്ന് മാത്രമല്ല പഠിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്തിട്ടുള്ളത്, ഈസാ നബി ഇറങ്ങുമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ദജ്ജാൽ ഉണ്ടെങ്കിൽ ആ ദജ്ജാലിന് വിരുദ്ധമായ ഒരു ഈസയുടെ ആഗമനം ഡമാസ്കസിലെ ഏതൊരു സിറിയയിലാണോ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നങ്ങളും നിരാശയും ഉണ്ടാക്കുന്ന വൃത്താന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, സിറിയയുടെ മണ്ണിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ് ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം താമസിക്കുന്നത് തുർക്കിയിലാണെങ്കിലും അദ്ദേഹം ജന്മം കൊണ്ട് ഷാമുകാരനാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ,
യമനിലും ഷാമിലും അല്ലാഹുവേ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ സഹീഹായ ഹദീസുകളിൽ വാരിദായിട്ട് വന്നിട്ടുള്ളതാണ്. ആ ഷാമിന്റെ ഒരു സന്താനമാണ് ഇന്ന് ഇവിടെ വന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ആ ഷാമിൽ ഇന്ന് എന്തൊക്കെ കുഴപ്പങ്ങൾ നടക്കുന്നു. ഈ സമ്മേളനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജാമിയയുടെ സ്വീകരണ മുറിയിലിരുന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് അത്രയും സിറിയയിലെ ഇന്നത്തെ സ്ഥിതിവിശേഷത്തെക്കുറിച്ചായിരുന്നു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ, ഓമന മക്കൾ, വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുന്നവർ, അഭയാർത്ഥികൾ, ബോംബിട്ട് കൊല ചെയ്യപ്പെടുന്നവർ. ഒരു കാലത്ത് ഞാൻ സിറിയ സന്ദർശിച്ചു ഓർക്കുന്നു. ഖാലിദ് ഇബ്നു വലീദ് ഖബറടക്കം ചെയ്യപ്പെട്ട ഹുംസ്, ആ ഹുംസ് എന്ന നഗരം ഇന്നേറെക്കുറെ നാമാവശേഷമാണ്. അത്ര വലിയ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ജാമിയയുടെ സ്വീകരണ മുറിയിൽ ഇരുന്നപ്പോ പറയുകയുണ്ടായി, സയഊദു സമാൻ, കാലം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നാളെ തിരിച്ചു വന്നേക്കും. എങ്ങനെയാണ് ആ തിരിച്ചു വരവ്? പുണ്യ റസൂലിന്റെ ദുആ ഫലിക്കുക തന്നെ ചെയ്യും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ എന്നുള്ള ദുആ ഒരു കാലത്തേക്ക് മാത്രമുള്ളതല്ല. കാലം മാറി മാറി വരും. കാലം മാറി വരുമ്പോ പുതിയ ഒരു കാലം പറക്കും. പുതിയ ഒരു കാലം പറക്കുന്നു കഴിഞ്ഞാൽ ആ സിറിയയിലെ ഡമാസ്കസിലെ മസ്ജിദുൽ ജാമിഅ, അവിടുത്തെ ഏറ്റവും വലിയ മസ്ജിദിന്റെ വെളുത്ത മിനാരത്തിലൂടെയാണ് ജിബ്രീൽ ഇറങ്ങുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്ത ശുഭവൃത്താന്തം കാണാനും ജീവിച്ചിരിക്കാനും ഒരുപാട് ആളുകൾക്ക് ഭാഗ്യമുണ്ടാകും. നമ്മളന്ന് ജീവിച്ചിരിപ്പുണ്ടായെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, പിൽക്കാല തലമുറകൾ അത് കാണും. ഇന്ന് താറുമാറാക്കപ്പെട്ട, ആകെ ബോംബ് വർഷം കൊണ്ട് നശിച്ചു കിടക്കുന്ന ഓമന മക്കൾ, ഗതിയില്ലാതായ, സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് നിറഞ്ഞതൊരു കുട്ടിയുടെ ചിത്രമാണ്. ഐലാൻ എന്ന ബാലൻ. ആ ബാലൻ മരിച്ചു കിടക്കുന്ന, കടൽ തീരത്ത് ബോട്ടിലൂടെ അഭയാർത്ഥിയായി മാതാപിതാക്കളോടൊപ്പം പോകുന്ന ആ കുട്ടി മരിച്ചു കിടക്കുന്ന ചിത്രം. ആ സിറിയയുടെ ഡമാസ്കസിലെ വലിയ മസ്ജിദിന്റെ വെള്ളമിനാരം ഞാൻ ആ ഒരു കാലത്ത് സിറിയയിൽ കുഴപ്പമുണ്ടാകുന്നതിന് മുമ്പ് സന്ദർശിച്ചപ്പോൾ ആ വെളുത്ത മിനാരത്തിന്റെ ചോട്ടിൽ ഞാൻ പോയി നിന്നത് ഈ അവസരത്തിൽ ഓർക്കുന്നു. അതിലൂടെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ട് മലക്കുകളുടെ ചിറകിന്മേൽ ജിബ്രീൽ ഇറങ്ങുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം പ്രവചനം നടത്തിയിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നടത്തിയിരിക്കുന്നു. രണ്ട് മലക്കിന്റെ ചിറകിന്മേൽ ഈസാ നബി ഇറങ്ങുമെന്ന്. അപ്പോൾ ഈസാ നബിയുടെ ആഗമനം കാണാനും നാളെ ഒരുപക്ഷെ കാലം തിരിച്ചു വരും. അതിനുമുമ്പ് ഒരു മഹ്ദിയുടെ ആഗമനം ഉണ്ടാകും. ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ സൂചിപ്പിച്ച പോലെ, ഇമാം ശാഫിഈ റഹിമഹുല്ലാ സൂചിപ്പിച്ച പോലെ, നുഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ വനഹ്ജാദ الزമാനി ബിഗൈരി ദംബിൻ വലൗ നതഖ الزമാന ലാ ഹജാനാ വലൈസ الذئب يأكل لحم ذئب ويأكل بعض بعضا عيانا എന്ന ഇമാം ശാഫിഈ റഹിമഹുല്ലായെ പോലുള്ള മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഓർമ്മയിൽ പുതുക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ജാമിയ ഉയർത്തിയ ആ പാരമ്പര്യം, ആ വലിയ പാരമ്പര്യം അറിവിന്റെ പാരമ്പര്യമാണ്. ജാമിയ കേരളക്കരയിൽ ചെയ്ത ഏറ്റവും വലിയ സേവനം ശർഇന്റെ ഇൽമിനെ നിലനിർത്തി എന്നുള്ളതാണ്. ശരീഅത്തിനെ സ്ഥാപിച്ചു, മഹല്ല് തോറും ശർഇന്റെ ഇൽമിനെ നിലനിർത്തി എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സയ്യിദ് സാദാത്ത് ഷൈഖുൽ മശായിഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലായുടെ ഒരു വാക്കുകൾ ഉദ്ധരിക്കുകയുണ്ടായി. അതിൽ എപ്രകാരമാണോ നാട്യം കാട്ടുന്ന ആത്മീയവാദികളെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഹ്യിദ്ദീൻ ഷൈഖ് ഖുദ്ദിസ സിർറു അവരുടെ വാചകം എടുത്ത് ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. നാട്യം കാട്ടുന്ന സൂഫികളെ പറ്റി അന്ന് മുഹ്യിദ്ദീൻ ഷൈഖ് പറഞ്ഞ വാക്കുകൾ ഇവിടെ ഇന്ന് ഈ വേദിയിൽ വെച്ച് ഉദ്ധരിക്കുകയുണ്ടായി. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ശർഇന് വിരുദ്ധമായി വന്ന പ്രവണതകളെ ഓരോ കാലത്ത് തകർത്ത് തോൽപ്പിച്ചതാണ് ജാമിഅ നടത്തിയ ഏറ്റവും വലിയ ധർമ്മയുദ്ധം. അത് നടത്തിയത് ജാമിഅ പുറത്തുവിട്ട പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുവോളം കാലം ഈ കേരളക്കരയിൽ ശരീഅത്തിനെതിരെ വിരൽ ചൂണ്ടാനോ അതിനെ തകർക്കാൻ പോയിട്ട് അതിനെതിരെ ആക്ഷേപമുയർത്താനോ ഒരാൾക്കും ധൈര്യമുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിനെ കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും. അതാണ് ജാമിയ നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം. അതോടൊപ്പം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നവോത്ഥാനത്തെ കുറിച്ചൊരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് നവോത്ഥാനം വലിയ ചർച്ചയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം? അതിലേക്കൊന്നും ഞാൻ ഈ ചുരുങ്ങിയ വാക്കുകളിൽ പ്രവേശിക്കുന്നില്ല, സമയം പരിമിതമാണ്. ഏതായിരുന്നാലും യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ പേരിലാണ് ഈ നവോത്ഥാനം മുഴുവൻ ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ളത് നാം ഗൗരവത്തോടെ ഓർക്കേണ്ടതുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രവണതയും പ്രതിഭാസവുമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാനത്തിന്റെ യൂറോപ്യൻ പതിപ്പ് നമുക്ക് അസ്വീകാര്യമാണ്. നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. യൂറോപ്യൻ നവോത്ഥാനം മുഴുവൻ ഒരു ചതിയുടെ കഥയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും രൂപപ്പെട്ടു വന്ന വൈജ്ഞാനിക പാരമ്പര്യങ്ങളെ ഓരോന്നോരോന്നായി സ്വയം സ്വീകരിച്ച് അതിനെ തങ്ങളുടേതാക്കി മാറ്റുകയാണ് യൂറോപ്യൻ നവോത്ഥാനക്കാർ ചെയ്തത്. യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ അവർ കാരണമായിട്ട് പറയുന്നത് ഒരു പുസ്തകമാണ്, പ്രധാനമായിട്ട് പറയുന്നത് ഒരു പുസ്തകമാണ്. യുവാക്കളായ വിദ്യാർത്ഥികളും യുവ പണ്ഡിതരും ഒക്കെ അടങ്ങിയ ഈ സദസ്സിൽ ആ പുസ്തകത്തിന്റെ പേര് മിക്കവാറും എല്ലാവർക്കും പരിചിതമായിരിക്കും. അത് ഡാന്റെയുടെ ഡിവൈൻ കോമഡിയാണ്. എന്നാൽ ആ പുസ്തകം മുഴുവൻ കുടിപ്പകയുടെ, വംശവൈരത്തിന്റെ, വർഗീയതയുടെ ഒന്നാന്തരം പ്രകടനവും ഉദാഹരണവുമാണ് ഡാന്റെയുടെ ഡിവൈൻ കോമഡി. ഡാന്റെയുടെ ഡിവൈൻ കോമഡിയിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിച്ചിട്ടുള്ളത് വളരെ ആക്ഷേപകരമായ രീതിയിലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് പരാമർശിക്കുന്ന പുസ്തകമാണ് യൂറോപ്പിൽ നവോത്ഥാനം എന്ന് പറയുന്ന സംഗതിയുടെ തുടക്കത്തിന് കാരണമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിൽ നവോത്ഥാനത്തിന്റെ യൂറോപ്യൻ പതിപ്പ് വർഗീയതയാണ്, അത് കുടിപ്പകയാണ്, അത് വംശവൈരമാണ്, അത് ഏഷ്യയോടുള്ള വിരോധമാണ്, അത് ലോകത്തുണ്ടായ സകല നന്മകളുടെയും ഉറവിടം യൂറോപ്പാണ് എന്ന യൂറോ കേന്ദ്രീകൃത ലോക വീക്ഷണത്തിന്റെ അപകടകരമായിട്ടുള്ള ആവിഷ്കാരമാണ്. അതുകൊണ്ട് അതിന്റെ യൂറോപ്യൻ പതിപ്പിനോട് നാം വിയോജിക്കുന്നു എന്ന് വെച്ചാൽ പദത്തോട് വിയോജിക്കേണ്ട കാര്യമില്ല. നവോത്ഥാനം എന്നത് സാമൂഹിക പരിവർത്തനമാണെങ്കിൽ കേരളക്കരയിൽ സാമൂഹിക പരിവർത്തനം ഉണ്ടായത് എല്ലാ സമുദായങ്ങളും ചേർന്നുകൊണ്ടാണ്. ക്രിസ്തീയ മതം ആദ്യം തന്നെ കേരളത്തിലെത്തി. അതിന്റെ തുടക്ക കാലഘട്ടം മുതൽ മിഷനറിമാർ അവരിവിടെ സാമൂഹിക പരിഷ്കരണം ഉണ്ടാക്കുന്നതിൽ പ്രവർത്തിച്ചു. അതുപോലെ ഇവിടത്തെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന നവോത്ഥാന നായകന്മാർ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു തുടങ്ങി എത്രയെത്രയോ പേര്, വൈകുണ്ഠ സ്വാമികൾ, എത്രയെത്രയോ പേർ, അവരൊക്കെ നവോത്ഥാനം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഈ കേരളക്കരയിലേക്ക് വന്ന ഇസ്ലാമിന്റെ പ്രബോധകന്മാർ, ഇവിടെ ജനങ്ങൾക്കിടയിൽ വലിയ വലിയ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അവർ മനുഷ്യത്വത്തിന്റെ കൊടി പറത്തി. തൊട്ടുകൂടായ്മ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒരു സമൂഹത്തിൽ അവർ മനുഷ്യരെ ഒന്നിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. അവർ സൗഹൃദമുണ്ടാക്കി. അവർ ജനങ്ങളെ ഒന്നിച്ചു ചേർത്തു. അവർ ജനാധിപത്യം കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസംഗമുണ്ട്. ഇന്ത്യക്ക് ഇസ്ലാം പല നന്മകളും നൽകി, അതിലേറ്റവും വലിയ നന്മ ഞങ്ങൾ ജനാധിപത്യം കൊണ്ടുവന്നതാണ് എന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം പ്രസംഗിച്ച വാക്കുകൾ ഞാൻ ഓർക്കുന്നു. അതും കേരളീയ നവോത്ഥാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കേരളത്തിൽ നവോത്ഥാനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ഒരു പേരാണ് മഹാനായ ഷെയ്ഖുനാ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേര്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേര് പറയാതെ ഇവിടെ നവോത്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. സൈനുദ്ദീൻ മഖ്ദൂമും മഖ്ദൂം കുടുംബവുമാണ് കേരളക്കരയിൽ നവോത്ഥാനത്തിന്റെ വെളിച്ചം പരത്തിയത്. ആ വെളിച്ചം എത്രത്തോളം എന്ന് വെച്ചാൽ ഈ കേരള നാടിന്റെ എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്രം സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയിട്ടുള്ളതാണ്. ആ ഒറ്റ വസ്തുത പോരെ. കെട്ടുകഥകളും പാട്ടുകളുമായിരുന്നു കേരളത്തിന്റെ ചരിത്രം, ഐതിഹ്യങ്ങളായിരുന്നു കേരളത്തിന്റെ ചരിത്രം. അത് ക്രോഡീകരിക്കപ്പെട്ട ഒരു പുസ്തകമാക്കി ആദ്യമാക്കി എഴുതിയത് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമാണ്. ആദ്യമായിട്ട് കടൽ കടന്ന് ഒരാൾ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നല്ല. ആദ്യത്തെ മലയാളി കടൽ കടന്ന് വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്ന ആദ്യത്തെ മലയാളി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. കാരണം അന്ന് കടൽ കടന്നു പോകാൻ പാടുണ്ടായിരുന്നില്ല. കേരളക്കരയിൽ അന്നത്തെ ആചാരപ്രകാരം കടൽ കടന്നു പോകുന്ന ആരെയും ഭ്രഷ്ട് കൽപ്പിക്കുമായിരുന്നു. കേരളത്തിൽ അന്നത്തെ ആചാരം അതായിരുന്നു. ആ ആചാരത്തെ നിഷേധിച്ചുകൊണ്ട് അൽ അസ്ഹറിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി.
ആദ്യമായി ഒരു മലയാളി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ, രണ്ടാമനായ മഖ്ദൂം. ആദ്യത്തെ മഖ്ദൂമിന്റെ സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീറിന്റെ പൗത്രനായ രണ്ടാമത്തെ മഖ്ദൂം ഫത്ഹുൽ മുഈൻ എഴുതിയ പേന കൊണ്ട് തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയ അതേ സൈനുദ്ദീൻ മഖ്ദൂം. ആ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പുസ്തകം കേരള ചരിത്രമാണ്. ഇന്ത്യ ഗവൺമെന്റ് ആ പുസ്തകം 4 ഭാഷകളിൽ ഒറ്റ വാള്യമായിട്ട് പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന് വലിയൊരു ബഹുമതി വേറെ ആവശ്യമുണ്ടോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ UPA ഭരിച്ചിരുന്ന കാലത്ത് അബുദാബിയിൽ വെച്ച് ആ ഗ്രന്ഥം പ്രകാശനം ചെയ്യാൻ സൗഭാഗ്യമുണ്ടായ എന്റെ എളിയ കരങ്ങൾക്ക് സൗഭാഗ്യമുണ്ടായത് ഞാൻ ഓർക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് 4 ഭാഷകളിൽ, ഒന്ന് സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ അറബി, മറ്റൊന്ന് അതിന്റെ കൂടെയുള്ള ഉറുദു ഹിന്ദി, മറ്റൊന്ന് ഇംഗ്ലീഷ്, മറ്റൊന്ന് മലയാളം, ഒറ്റ വാള്യത്തിൽ 4 ഭാഷകളിൽ ഒരു വാള്യമായി മനോഹരമായി അച്ചടിച്ച് സെൻട്രൽ ഗവൺമെന്റ് മഖ്ദൂമിന്റെ പുസ്തകം ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ, ഇന്ത്യയുടെ ഹെറിറ്റേജിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ചു. അത് കേരളത്തിന്റെ ആദ്യത്തെ ചരിത്രമാണ്. അതുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂമിലൂടെ തുടങ്ങുന്നു. അത് വെളിയങ്കോട് ഉമർ ഖാലിയെ പോലുള്ളവർ, കുഞ്ഞാലി മരക്കാർമാരെ പോലുള്ളവർ അതിനുള്ള അവസരമൊരുക്കി. ഇവിടെ നവോത്ഥാനത്തിനുള്ള അവസരമൊരുക്കി. പണ്ഡിതന്മാരെ കുറിച്ച് ഇവിടെ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു വാക്ക് ഒരുപാട് വട്ടം ആവർത്തിക്കേണ്ടതാണ്. മുസ്ലിങ്ങൾ അവഗണിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സൂചിപ്പിച്ചു, മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടില്ലേ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലേ? ആലി മുസ്ലിയാർ എന്ന ഒറ്റ പേര് ലക്ഷദ്വീപിലേക്ക് ദർസ് നടത്താൻ പോയ ആലി മുസ്ലിയാർ മെലിഞ്ഞ ഒരു മനുഷ്യൻ, കൃഷഗാത്രൻ, വലിയ പോരാളിയായി മാറിയ കഥ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥയാണ്. ഉത്തരേന്ത്യയിൽ ധാരാളം പണ്ഡിതന്മാർ, കേരളത്തിലെ പണ്ഡിതന്മാർ, വെളിയങ്കോട് ഉമർ ഖാലി അറബി ഭാഷയിൽ. ഞാൻ ഈ അടുത്ത കാലത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന അറബ് സാഹിത്യകാരന്മാരുടെ ഒരു സമ്മേളനത്തിൽ ഞാൻ ചോദിക്കുകയുണ്ടായി, ഇന്നത്തെ കാലത്ത് എത്ര അറബ് പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്? ഒരു അര ഉമർ ഖാലിയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? ഒരു അര ഉമർ ഖാലിയെ അറബി ഭാഷയിൽ, അത്ര സുന്ദരമായ ഭാഷയിൽ, എത്ര മനോഹരമായ കവിതകൾ. യാ അക്രമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്തുകൊണ്ട് എത്ര സുന്ദരമായ മുത്തുമാലയാണ് അറബ് സാഹിത്യത്തിൽ ഉമർ ഖാലി രചിച്ചിട്ടുള്ളത്. ഉമർ ഖാലി തന്റെ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിൽ തുള്ളികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, മാ ജഫ ദംഉൻ സാലമിൻ ഐനൈഹി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി ബിഹുബ്ബി ഖൽബി സയ്യിദിൽ കൗനൈനി. ഈ 2 കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീർ വറ്റുന്നില്ലല്ലോ, എന്താണത് വറ്റാത്തത് എന്ന് ഉമർ ഖാലിയോട് ചോദിക്കുകയാണ്. എന്താണ് കണ്ണേ നിന്റെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീര് വറ്റാത്തത്? ബിഹുബ്ബി ഖൽബി സയ്യിദിൽ കൗനൈനി. 2 വിഭാഗങ്ങളുടെ സയ്യിദായ പരിശുദ്ധ റസൂലിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഹുബ്ബ് കൊണ്ടാണ് എന്റെ കണ്ണീര് വറ്റാത്തത്. ഈ ഉമർ ഖാലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ നായകൻ. നോൺ ടാക്സേഷൻ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. നാട് മുടിക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്നാദ്യമായി പ്രഖ്യാപിച്ച ഇന്ത്യക്കാരൻ. ആ ഉമർ ഖാലിയുടെ പാരമ്പര്യമാണ് നവോത്ഥാന പാരമ്പര്യം. ആ ഉമർ ഖാലിയെ പോലുള്ളവർ ഉണ്ടാക്കി തീർത്ത പാതയാണ് നവോത്ഥാനത്തിന്റെ പാത. അത് അറിവിന്റെ പാതയാണ്. അതുപോലെ ഈ കേരളക്കരയിൽ മറ്റു സമുദായങ്ങളിലും കേരളീയരുണ്ടാക്കിയ നവോത്ഥാനത്തിന് അത് വലിയ വേദി ഒരുക്കി കൊടുത്തു. ഈ ജാമിയ നൂരിയുടെ തൊട്ടടുത്താണ് പൂന്താനം ഇല്ലം. പൂന്താനം നമ്പൂതിരി പച്ച മലയാളത്തിൽ കവിത എഴുതിയ ആദ്യത്തെ മലയാളി. സംസ്കൃതത്തിന്റെ സ്വാധീനം കൊടികുത്തിവാണ കാലത്ത്, മണിപ്രവാള സാഹിത്യം കൊടികുത്തിവാണ കാലത്ത്, കവിതയാകണമെങ്കിൽ അതിന് സംസ്കൃതത്തിന്റെ അതിപ്രസരം ഉണ്ടാകണമെന്ന് കരുതപ്പെട്ട കാലത്ത് പച്ച മലയാളത്തിൽ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ എന്നൊക്കെ എഴുതിയ പൂന്താനം നമ്പൂതിരി ഈ പട്ടിക്കാട് നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ ഇല്ലം കാണാം. അവിടെ ഇരുന്ന് കൂടിയെല്ലാ പിറക്കുന്ന നേരത്തും കൂടിയെല്ലാ മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്ന് ചോദിച്ച പൂന്താനത്തെ പോലുള്ളവർ നവോത്ഥാനത്തിന്റെ കാവ്യത്തെ യാഥാർത്ഥ്യമാക്കിയവരാണ്. പക്ഷെ 300 കൊല്ലം മുമ്പ് പൂന്താനത്തിന് അങ്ങാടിപ്പുറം ഇല്ലത്ത് അങ്ങനെയൊക്കെ എഴുതാൻ ഇവിടെ സമാധാനമുണ്ടാക്കിയത് പടിഞ്ഞാറേ തീരത്തെ കുഞ്ഞാലിയുടെ പോരാട്ടമാണ്.
സാമൂതിരിയും കുഞ്ഞാലിയും കടൽ തീരത്ത് ഭദ്രമായി പറങ്കികളെ ഓടിച്ചതാണ്. അവരെ ഓടിച്ചത് കൊണ്ട് കേരളം സുരക്ഷിതമായി. അതുകൊണ്ട് നവോത്ഥാനത്തിന്റെ പശ്ചാത്തലം അധിനിവേശ വിരുദ്ധ പോരാട്ടമാണ്. അതിന്റെ തലപ്പത്തും പണ്ഡിതന്മാരുണ്ടായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടായിരുന്നു. ആ പറങ്കികൾക്കെതിരായ പോരാട്ടത്തിന് വേണ്ട ഇന്ധനം, അതിനു വേണ്ട ധൈഷണിക മൂലധനം, അതിനു വേണ്ട ബൗദ്ധിക പ്രഭ അത് പ്രദാനം ചെയ്യാനായിരുന്നു ഒരർത്ഥത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം തന്റെ പേനയെടുത്ത് തുഹ്ഫത്തുൽ മുജാഹിദീൻ എടുത്തുയർത്തുകയുണ്ടായത്. തുഹ്ഫത്തുൽ മുജാഹിദീനും സൈനുദ്ദീൻ മഖ്ദൂമിനും മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. തുഹ്ഫത്തുൽ മുജാഹിദീൻ അടിമുടി വായിച്ചാൽ അത്ഭുതം തോന്നുന്ന ഒരു സംഗതി, മുസ്ലിം രാജാക്കന്മാരെ, മുസ്ലിം ഭരണാധികാരികളെ സൈനുദ്ദീൻ മഖ്ദൂം പലപ്പോഴും വിമർശിക്കുന്നു. പറങ്കികൾക്കെതിരായ പോരാട്ടത്തിൽ സഹായം ചോദിച്ചപ്പോൾ അത് കൊടുക്കാതിരുന്ന മുസ്ലിം ഭരണാധികാരികളെ അദ്ദേഹം വിമർശിക്കുന്നു. ഒരു രാജാവിനെ മാത്രം അദ്ദേഹം ഒരിക്കലും വിമർശിക്കുന്നില്ല. ആ രാജാവ് കോഴിക്കോട്ടെ സാമൂതിരിയായിരുന്നു. അതുകൊണ്ട് തുഹ്ഫത്തുൽ മുജാഹിദീൻ കേരളത്തിന്റെ ചരിത്ര പുസ്തകം മാത്രമല്ല, അത് ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഏറ്റവും വലിയ ഭരണഘടനയാണ്. ഒരു ഹിന്ദു പെൺകുട്ടി ആദ്യമായി അവൾ ഋതുമതിയാകുമ്പോൾ ഹിന്ദു വീട്ടിൽ നടക്കുന്ന തീണ്ടാരി കല്യാണം വരെ സൈനുദ്ദീൻ മഖ്ദൂം ഈ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രമാത്രം ഹൈന്ദവ സമൂഹത്തെ കുറിച്ച് സൂക്ഷ്മമായ പഠനം നടത്തിയ മഹാപണ്ഡിതനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കേരളത്തിലെ സകല ഇൽമിന്റെ പാരമ്പര്യങ്ങളും പൊന്നാനിയിലേക്ക് തിരിഞ്ഞു നടക്കുന്നു. ആ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പാരമ്പര്യത്തിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ള അറിവിന്റെ സ്രോതസ്സുകളെ നിലനിർത്താൻ സാധിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതാണ് നവോത്ഥാനം. നവോത്ഥാനം എല്ലാ സമുദായങ്ങളും കൂടി കേട്ടിച്ചൂർത്തുണ്ടാക്കിയതാണ്. നവോത്ഥാനം ബഹുസ്വരമാണ്. നവോത്ഥാനം ഏകശല ഖണ്ഡമല്ല. നവോത്ഥാനം എല്ലാ സമുദായങ്ങളുടെയും വകയാണ്. ഇന്ത്യ രാജ്യത്തിന് വേണ്ടത് ആ ബഹുസ്വരതയെ കുറിച്ചുള്ള ഉണർവാണ്. ഹിന്ദു സമുദായത്തിന്റെ വേദ ഇതിഹാസങ്ങൾ ഭാരതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അതവിടെ നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് വന്ന ക്രിസ്ത്യാനികൾ ഇന്ത്യയെ ശക്തിപ്പെടുത്തിയ പോലെ, മറ്റു മതസ്ഥർ ശക്തിപ്പെടുത്തിയ പോലെ ഇസ്ലാമും ഇന്ത്യയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യത്ത് എല്ലാം കൂടി ചേർന്നിട്ടുണ്ട്. ഇന്ത്യ ലോകത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകി. ഇന്ത്യ ഇസ്ലാമിനും വലിയ സംഭാവനകൾ നൽകി. ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ അന്വർത്ഥമാണ്. ഇന്ത്യ പണ്ഡിതന്മാരെ ജനിപ്പിച്ചത് ഇന്ത്യയുടെ പുണ്യമാണ് എന്ന് അദ്ദേഹം ഈ വേദിയിൽ പറയുകയുണ്ടായി. മുജദ്ദിദ് അൽ ഫസാനി, ഇമാം റബ്ബാനി, ഷെയ്ഖ് അഹ്മദ് സർഹിന്ദി ഇന്ത്യയിലാണ് ജനിച്ചത്. ഷാ വലിയുല്ലാഹ് മുഹദ്ദിസ് ദഹ്ലവി ഇന്ത്യയിലാണ് ജനിച്ചത്. ഷാ അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവി ഇന്ത്യയിലാണ് ജനിച്ചത്. ഷാ അബ്ദുൽ ഗനി മുഹദ്ദിസ് ദഹ്ലവി ഇന്ത്യയിലാണ് ജനിച്ചത്. അറബ് പണ്ഡിതന്മാരുടെ ഒരു പ്രസ്താവനയുണ്ട്, നിങ്ങൾ ഇന്ത്യക്കാരാണ് ഇൽമുൽ ഹദീസിനെ ഞങ്ങൾക്ക് വീണ്ടും എത്തിച്ചു തന്നത്. ഞങ്ങൾ അറബികൾ ഇൽമുൽ ഹദീസ് തുടക്കം കുറിച്ചു. ഇടക്കാലത്ത് നിങ്ങൾ ഇന്ത്യക്കാർ അത് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ അറബികൾ വീണ്ടും ഇൽമുൽ ഹദീസിനെ സ്വീകരിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. അതിശയോക്തിപരമെന്ന് തോന്നാം, അറബികൾക്കിടയിൽ തന്നെ ഒരു ആപ്തവാക്യം പ്രസിദ്ധമാണ്, നുസിലൽ ഖുർആനു ഫിൽ അറബ് വഫുഹിമ ഫിൽ ഹിന്ദ്. ഇന്ത്യ രാജ്യം അറബ് ഭാഷയിൽ ഇറങ്ങി, അത് ഇന്ത്യയിൽ മനസ്സിലാക്കപ്പെട്ടു. വഫുസ്സിറ ഫി മസ്ർ, അത് ഈജിപ്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ലോകത്ത് ഓരോ രാജ്യവും മതത്തിന് വേണ്ടി സംഭാവനകൾ നൽകുമ്പോൾ ഇന്ത്യ ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ നാഗരികതയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സമുദായ ഐക്യവും അതിന്റെ മൈത്രിയും അതിന്റെ വൈവിധ്യവുമാണ്. ആ വൈവിധ്യം ഉയർത്തിപ്പിടിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ കുറിച്ചാണ് ഇവിടെ ഇന്ന് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസംഗത്തിൽ ഓർത്തത്. ആ പണ്ഡിതന്മാരിൽ നിന്ന് ജനിക്കേണ്ട യുവ പണ്ഡിതന്മാർക്കാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അല്പം മുമ്പ് ഉപദേശങ്ങൾ നൽകിയത്. ഞാൻ അടുത്ത കാലത്ത് ആലിക്കുട്ടി മുസ്ലിയാർ ഒരു അറബ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രബന്ധം അച്ചടിച്ചു വന്നത് വായിക്കുകയും വളരെയേറെ അഭിമാനം കൊള്ളുകയും ചെയ്തു. അങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാരെ അറബ് ഭാഷയിൽ എന്നല്ല, അതാ പഴയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കട്ടെ. നമുക്ക് മുന്നോട്ടുള്ള ഈ മഹത്തായ ഈ യജ്ഞത്തിൽ ഹക്ക് പറയാൻ നമ്മുടെ പണ്ഡിതന്മാർ ഇനിയും ഉണ്ടായി വരട്ടെ. ലാ യഹ്തിറന്ന അഹദുകും നഫ്സഹു അൻ യറാ അംറല്ലാഹി ഫീഹി മഖാൽ ഫലാ യഖൂലു ഫീഹി. അല്ലാഹുവിനെ ഓർത്ത് അഭിപ്രായം പറയേണ്ട ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള ഒരു അപകർഷതാബോധവും ആരെയും അലട്ടാതിരിക്കട്ടെ.
പരിശുദ്ധ റസൂലിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയുഖാലു ലഹു യൗമൽ ഖിയാമ, അങ്ങനെ അള്ളാഹുവിന് വേണ്ടി അഭിപ്രായം പറയേണ്ട ഒരു സമയത്ത് മിണ്ടാതിരുന്നാൽ ഖിയാമത്ത് നാളിൽ അയാളോട് ചോദിക്കപ്പെടും, മാ മനഅക അൻ തകൂന ഖുൽത ഫീഹി കദാ വകദാ, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ അങ്ങനെ എന്ന് പറയുന്നതിൽ നിന്ന് നിന്നെ എന്താണ് വിലക്കിയത് എന്ന് അയാളോട് ചോദിക്കും. ഫയഖൂൽ, അപ്പൊ അയാൾ പറയും, മഖാഫത്തുന്നാസ്, ഞാൻ ആളുകളെ പേടിച്ചിട്ടാണ് ആ കാര്യത്തിൽ അഭിപ്രായം പറയാതിരുന്നത്. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അള്ളാഹു പറയും, ഇയ്യായ അഹഖു അൻ തഖാഫ്, നിനക്ക് പേടിക്കാൻ ഏറ്റവും നല്ലത് ഞാനായിരുന്നല്ലോ എന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് അരുളി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 1400 കൊല്ലം പണ്ഡിതന്മാർ അവരുടെ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ആ ഉത്തരവാദിത്തം അനുസരിച്ച് അവർ നമ്മോട് ലോകത്തോട് സംവദിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടയാളങ്ങളാണ് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ഇൽമുകളെല്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം സുയൂത്തി തന്റെ തഹ്ദീറുൽ ഖവാസ് എന്ന കിതാബിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വഅള് പറയുന്ന ആള് പ്രസംഗിക്കുകയായിരുന്നു, അല്ലാഹു അവന്റെ റസൂലിനെ സ്വന്തം അർശിൽ കൊണ്ടുവന്നിരുത്തുമെന്ന്. ഇമാം ഇബ്നു ജരീർ തബരി, ഖുർആന്റെ മുഫസ്സിറായ തബരി, പ്രസിദ്ധനായ ഇമാം തബരി തന്റെ വീട്ടിന്റെ വാതിൽക്കൽ എഴുതി വെച്ചു എന്ന് ഇമാം സുയൂത്തി തന്റെ തഹ്ദീറുൽ ഖവാസ് അൻ അകാദീബിൽ ഖിസാസ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. തബരി എഴുതി വെച്ചു, സുബ്ഹാന മൻ ലൈസ ലഹു അനീസുൻ വലാ ലഹു അലാ അർശിഹി ജലീസുൻ എന്ന് എഴുതി വെച്ചു. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതാത് കാലത്ത് അവരുടെ മഹത്തായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അതിലൂടെ പിശാചിന്റെ ദുർമന്ത്രണങ്ങളെ അകറ്റുവാൻ ഇൽമു കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇൽമു മാത്രമാണ് പിശാചിനെതിരെയുള്ള രക്ഷാകവചം. ആ ഇൽമു നേടാൻ ഭാഗ്യമുണ്ടായ ജാമിയയിലെ നേരത്തെ പിരിഞ്ഞു പോയവരും ഇപ്പോൾ പിരിഞ്ഞു പോകുന്നവരുമായവരെല്ലാം വളരെ ഭാഗ്യം ചെയ്തവരാണ്. അൽ ഖൽബു മഅ്വ ശൈത്താൻ എന്ന് മഹാനായ ഒരു പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ ഖൽബു മഅ്വ ശൈത്താൻ, ശൈത്താൻ വരുന്ന അഭയം തേടുന്ന കേന്ദ്രമാണ് മനുഷ്യന്റെ ഹൃദയം. അതിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ഇൽമുള്ള ഖൽബിനെ സാധിക്കൂ. ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് എന്ന് 1/2 നൂറ്റാണ്ട് കാലമായി കേരളക്കരയിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ജാമിയയുടെ മന്ദിരം ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്കുകൾ തന്നെയാണ് ലോകത്ത് എന്നും മുഴങ്ങുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വാക്ക്. അന്നബീ ഹുറൈറ അന്നബീ ഹുറൈറ അന്നബീ ഹുറൈറ. അബൂ ഹുറൈറയുടെ പേര് പറയാതെ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല റളിയല്ലാഹു തആല അൻഹു. ആ ഹദീസിന്റെ ഇൽമു തന്നെയാകുന്നു ഏറ്റവും വലിയ രക്ഷാകവചം. പിശാചിൽ നിന്ന് അകൽച്ചക്കുള്ള ഉപദേശം സമുദായത്തിന് നൽകി അവരെ സംസ്കരിച്ചെടുക്കുന്ന ഈ പണ്ഡിത ദൗത്യം ചെകുത്താനാണ് ഈ കുഴപ്പങ്ങളൊക്കെ വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദൗത്യം അത് പണ്ഡിതന്മാർക്ക് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ. ഓർത്തു നോക്കൂ, ഒരു 2.5 മാസം മുമ്പ് കേരളത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് 12, 13, 14, 15 ദിവസങ്ങളിൽ ആരെങ്കിലും ലോകത്ത് കേരളത്തിലെ TV കണ്ടാൽ, കേരളത്തിലെ ഏതെങ്കിലും TV ചാനൽ ലോകർ കണ്ടാൽ മലയാളിയെ സല്യൂട്ട് ചെയ്യുമായിരുന്നു. പ്രളയകാലം, പ്രാണരക്ഷയ്ക്ക് വേണ്ടി വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ മലയാളി, മത്സ്യത്തൊഴിലാളിയുടെ തുഴക്കരുത്തിൽ, മത്സ്യത്തൊഴിലാളിയുടെ ഹൃദയ കാരുണ്യത്തിൽ മലയാളികളുടെ പ്രാണൻ രക്ഷപ്പെടുത്തിയ ആ അസാധാരണമായ അധ്യായം നമ്മുടെ ഹയാത്ത് കാലത്ത്, ജീവിതകാലത്താണ് ഉണ്ടായത്. അത് കണ്ടവരാണ് നമ്മൾ. ഇന്ന് ലോകത്താരെങ്കിലും കേരളത്തിലെ TV ചാനലുകൾ മലയാളക്കരയിലെ മലയാളിയെ കണ്ടാൽ സല്യൂട്ട് ചെയ്യുമോ? ആ മലയാളിയാണോ ഇത് എന്ന് സംശയിക്കാവുന്ന അവസ്ഥ. അത്രമാത്രം കുഴപ്പങ്ങൾ വിതക്കുന്നത് എവിടെയും പിശാചിന്റെ കർത്തവ്യമാണ്. അവനത് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അവനിൽ നിന്ന് മനുഷ്യരെ തടുക്കാൻ അറിവ് കൊണ്ട് മാത്രമേ സാധിക്കൂ. അള്ളാഹുവിന്റെ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വികാരോജ്വലമായ ഒരു ഹദീസുണ്ട്. ശൈത്താന്റെ അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസ് അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയാണ്. ഇബ്ലീസ് ചോദിച്ചു, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്? ഓരോ ഇബ്ലീസ് ഓരോന്ന് പറയാൻ തുടങ്ങി. ഞാൻ അവിടെ കുഴപ്പമുണ്ടാക്കി, ഞാൻ ഇവിടെ കുഴപ്പമുണ്ടാക്കി. പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയാണ്, അതുകൊണ്ടൊന്നും ഇബ്ലീസ് തൃപ്തനായില്ല. അപ്പൊ ഒരു ശൈത്താൻ, തന്റെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ശൈത്താൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാനൊരു ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ പിണക്കിയിരിക്കുന്നു.
അപ്പോൾ വേറെ ഒരു ശൈത്താൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാൻ 2 ലോഹ്യത്തിൽ നടന്നിരുന്ന 2 ആളുകളെ ശത്രുക്കളാക്കിയിരിക്കുന്നു. ഇബ്ലീസ് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അയാളെ അഭിനന്ദിച്ചുവെന്ന് പരിശുദ്ധ റസൂൽ, ലോക ഗുരുവായ അല്ലാഹുവിന്റെ ഹബീബായ നബി, മുഖ്ബിർ സാദിഖുൽ വഅദുൽ അമീൻ മുസ്തഫ മുഹമ്മദ് ഷഫീഉൽ വറാ ഖൈറുൽ വറാ തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയാണ്. ലോകത്ത് അത് തന്നെയാണ് എല്ലാ കാലവും പുലർന്നുകൊണ്ടിരിക്കുന്നത്. മുസൈലിമത്തുൽ കദ്ദാബുമായി മുസ്ലിം സമൂഹം ഏറ്റുമുട്ടുന്ന സമയത്ത്, സഹാബികളിൽ കുറെ ആളുകൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് സഹാബത്ത് പറയുകയാണ്, മുസൈലിമത്തിനെതിരായ യുദ്ധതന്ത്രങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ പേടിക്കുമായിരുന്നു. കാരണം ശൈത്താൻ അത് കേട്ടിട്ട് മുസൈലിമത്തിന് എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് കേട്ടിട്ട് മുസൈലിമത്തിന് പിശാച് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരസ്യമായി മുസൈലിമത്തിനെതിരെ സംസാരിക്കുമായിരുന്നില്ല. ഹത്താ ഏതുവരെ? ഹത്താ ഹത്താ ലഹറത്ത് ഹത്താ ലഹറ കുഫ്റുഹു ലിംറഅതിഹി, അയാളുടെ ഭാര്യക്ക് അയാളുടെ കുഫ്ർ ബോധ്യപ്പെടുന്നവരെ. അയാളുടെ കുഫ്ർ മുസൈലിമത്തിന്റെ ഭാര്യക്ക് ബോധ്യപ്പെട്ടതോടെ മുസൈലിമയെ ഭാര്യ തള്ളി പറഞ്ഞു. അതുവരെ ഞങ്ങൾ പരസ്പരം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പേടിക്കുമായിരുന്നു. ഇന്ന് പൈശാചികമായ പലതും നിറയുന്ന ഒരു കാലമാണ്. കാണുന്നതിൽ മുഴുവൻ ഹറാമ് നിറയുന്ന ഒരു കാലമാണ്. കേൾക്കുന്നതിൽ മുഴുവൻ ഹറാമ് നിറയുന്ന ഒരു കാലമാണ്. അടുത്ത കാലത്ത് ഒരു ജ്യേഷ്ഠൻ 2 അനുജന്മാരെ ഒന്നിച്ച് കിടക്കുമ്പോൾ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. ഒരു കുട്ടി തൽക്ഷണം മരിച്ചു, ഒരു കുട്ടി ഓടുന്ന വഴിക്ക് രക്ഷപ്പെട്ടു. ഇതൊക്കെ നടക്കുന്നത് നമുക്കിടയിലാണ്. മനുഷ്യന് ബോധമില്ല, അവൻ ബോധമില്ലാതെ പെരുമാറുകയാണ്. ഖുർആന്റെ ഇൽമു കൊണ്ട്, വഹയിന്റെ ഇൽമു കൊണ്ട്, ആ വഹയിന്റെ വ്യാഖ്യാനമായ ഹദീസിന്റെ ഇൽമു കൊണ്ട് നമുക്കതിനെ നേരിടാൻ സാധിക്കണം. ഹുവല്ലദീ അർസല വബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയത്ലു അലൈഹിം ആയാതി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ റസൂൽ വന്നത് കിതാബും ഹിക്മയും പഠിപ്പിക്കാനാണ്. ഹിക്മക്ക് ചിലരൊക്കെ തത്വജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വ്യാഖ്യാനങ്ങൾ നൽകാനുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഹിക്മയുടെ വ്യാഖ്യാനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സുന്നത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാന്റെ റസൂലിന്റെ ചര്യയാണ്. ആ ചര്യ എന്നും ഓർമ്മപ്പെടുത്തുകയാണ് ജാമിഅയുടെ സന്തതികൾ ചെയ്തിട്ടുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഹിക്മക്ക് പണ്ഡിതന്മാർ കൊടുത്ത ഈ അർത്ഥം. ചിലരൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് തത്വജ്ഞാനം അത് ഇത് ഏറ്റവും വലിയ തത്വജ്ഞാനം റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അതിനേക്കാൾ വലിയ എന്ത് തത്വജ്ഞാനം? ഇന്ന് നിപ രോഗം വന്നപ്പോൾ കേരളക്കരയിലെ ഡോക്ടർമാരും ആരോഗ്യ വകുപ്പ് ഒന്നിച്ചു പറഞ്ഞു, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കരുത്. ഞാൻ ഒറ്റ കാര്യം ഓർത്തുകൊള്ളട്ടെ, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കരുത്. എവിടെയെങ്കിലും ഇന്ന് മുസ്താദുമാരും ആലിമീങ്ങളും ഇരിക്കുന്നിടത്ത് അവർ കൈ കഴുകി ശുദ്ധിയായി ഇരിക്കുന്നവരാണെങ്കിലും ഒന്ന് വെള്ളം കൊണ്ടുവരൂ എന്ന് പറയുന്നു നമ്മൾ കാണുന്നു. വെള്ളത്തിലൊന്ന് കൊടയട്ടെ എന്ന് പറയുന്നു. വെറുതെ ഒന്ന് കൊടയാൻ, കൈ കഴുകാനല്ല. ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വലിയ പരിഷ്കാരികൾ, വലിയ വലിയ രൂപങ്ങളിൽ നടക്കുന്നവർ കൈ കഴുകാതെ വന്ന് കല്യാണ വേളകളിലും മറ്റും ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കാണുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്ന. ഈ രോഗം വന്നപ്പോൾ ഡോക്ടർമാർക്ക് ഒറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഹാൻഡ് വാഷ് ചെയ്യാതെ ആരും ഭക്ഷണം കഴിക്കാതിരിക്കുക. ആ സുന്നത്തിനെയാണ് ജീവിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബിയുടെ മഹബ്ബത്തിലേക്കും ഇത്തിബാഇലേക്കും നമ്മെ ചേർക്കുമാറാകട്ടെ. اللهم نبر قلوبنا بمحبة النبي المصطفى صلى الله عليه وسلم. اللهم احينا على سنة النبي المصطفى صلى الله عليه وسلم. اللهم امتنا على ملة النبي المصطفى صلى الله عليه وسلم، واحشرنا في زمرة النبي المصطفى صلى الله عليه وسلم، واجعلنا من حزب النبي المصطفى صلى الله عليه وسلم، وارزقنا شفاعة نبينا المصطفى صلى الله عليه وسلم، وأوردنا حوض النبي المصطفى. اللهم ربنا أنا مسنا الضر وأنت أرحم الراحمين يا حي يا قيوم برحمتك نستغيث. റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഒറ്റ വരി ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. गर खामोश है तो खुदा की किताब है, गर खामोश है तो खुदा की किताब है, गर बोलने लगे तो रिसालत
रिसालत माब है गर ഖമൂശ് है तो അല്ലാഹുവിന്റെ റസൂൽ ഒന്നും പറയാതെ മൗനമായിട്ടിരുന്നാൽ ഗർ ഖമൂശ് है तो പുണ്യ റസൂൽ ഒന്നും പറയാതെ മൗനമായിട്ടിരുന്നാൽ ഖുദാ കീ കിതാബ് ഹൈ എങ്കിൽ അള്ളാന്റെ കിതാബ് തന്നെ അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ ഹബീബായ നബി ഒന്നും മിണ്ടാതെ മൗനമായിട്ടിരുന്നാൽ പരിശുദ്ധ ഫുർഖാനുൽ അളീം തന്നെ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വളരെ ക്യാച്ച് ചെയ്തൊരു വാക്ക്, ഇഷ്ടപ്പെട്ടൊരു വാക്ക്, ആയിഷ ബീവിയിലല്ലേ നവോത്ഥാനം ഉണ്ടായത് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു. പരിശുദ്ധ ആയിഷയുടെ മുമ്പിലും ലോകത്തിന്റെ മുമ്പിലും വിനയത്തോടെ ഏറ്റവും വലിയ മൗനത്തോടെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനമായിട്ടിരുന്നാൽ ഗർ ഖമൂശ് ഹൈ തോ ഖുദാ കീ കിതാബ് ഹൈ ഗർ ബോലനെ ലഗേ. അള്ളാന്റെ റസൂല് ആ മൗനത്തിൽ നിന്ന് ഒന്നുണർന്ന് സംസാരിക്കാൻ തുടങ്ങിയാലോ. മൗനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട മുത്താണ്. റസൂലുള്ളാന്റെ ദേഹത്തോട് ചേർന്നിട്ടൊരു സഹാബി ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ആ സഹാബി ചോദിച്ചു, അവിടുത്തെ കാലശേഷം ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാന്റെ റസൂലെ, ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ അങ്ങയുടെ കാലശേഷം ഞാൻ ജീവിക്കാൻ വിധിക്കപ്പെട്ടാൽ ഞാൻ എന്ത് പുണ്യകർമ്മമാണ് ചെയ്യേണ്ടത് ഹബീബായ നബിയേ ഖൈറുൽ വറാ റസൂലേ. അള്ളാന്റെ ഹബീബായ നബി മറുപടി പറയുന്നതിന് മുമ്പ് ഈ സഹാബി ചോദിച്ചു, ഞാൻ കൂടുതൽ സമരത്തിൽ ഏർപ്പെട്ടുകൊള്ളട്ടെയോ, ദൈവികമായ സമരത്തിൽ ഏർപ്പെട്ടുകൊള്ളട്ടെയോ? അത് തന്നെ ചെയ്യണമെന്ന് പറയേണ്ടതിന് പകരം പരിശുദ്ധ നബി പറഞ്ഞു, അത് ഉത്തമമാണ്, ആളുകളൊക്കെ ചെയ്യുന്ന കാര്യമാണ്, അതല്ല ഉദ്ദേശിക്കുന്ന മറുപടി എന്ന് ബോധ്യപ്പെട്ട സഹാബി ചോദിച്ചു, ഞാൻ കൂടുതൽ നോമ്പ് നോറ്റുകൊള്ളട്ടെയോ യാ റസൂലല്ലാഹ്? അപ്പോഴും അത് ഉത്തമമായ കാര്യമാണ്, ആളുകൾ എടുക്കുന്ന പുണ്യമാണ് എന്ന് പരിശുദ്ധ റസൂലിന്റെ മറുപടിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വഫാത്തിന് ശേഷം മുറുകെ പിടിക്കാൻ പറ്റിയ ജോലി, ഉത്തമമായ കർമ്മം അതുമല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ ഈ സഹാബി ചോദിച്ചു, ഞാൻ കൂടുതൽ സദഖയും ദാനധർമ്മങ്ങളും ചെയ്തു കൊള്ളട്ടെയോ? ലോകഗുരുവായ വിശ്വാചാര്യനായ വിശ്വവിമോചകനായ അവിടുത്തെ പോലെ മറ്റൊരു വ്യക്തിത്വം ലോകത്ത് പിറന്നില്ല, ഇനി ഒരു കാലവും പിറവിയെടുക്കില്ല. അവിടുത്തെ ഒരു ഹദീസ് പറയുന്നതിന് മുമ്പ് ഇമാം മാലിക് ഒളു എടുക്കുമായിരുന്നു, ദേഹത്തിൽ പരിമളം അത്തർ പുരട്ടുമായിരുന്നു. ഒരു ഹദീസിന്റെ കഷ്ണം പറയാൻ ഇമാം മാലിക് തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോഴേക്ക് അത്രയും പവിത്ര നാമമേ മുസ്തഫ, അത്രയും ഉത്കൃഷ്ടനാമമേ മുസ്തഫ, അത്രയും പരിപാവനത്വമേ മുസ്തഫ. ആ പരിശുദ്ധ റസൂലിന്റെ മറുപടിയിൽ അതല്ല മറുപടി എന്ന് തൃപ്തി വരാതെ ഈ സഹാബി ചോദിച്ചു, ഇതൊന്നുമല്ലെങ്കിൽ റസൂലുള്ള തന്നെ പറയൂ, ഞാൻ മുറുകെ പിടിക്കേണ്ട കർമ്മം എന്താണ്? അപ്പോൾ പരിശുദ്ധ നബി തന്റെ വിരൽ തന്റെ ചുണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇശാറത്തിലൂടെ കാട്ടിക്കൊടുത്ത്, ആംഗ്യം കാട്ടിക്കൊടുത്ത് പറഞ്ഞു, മൗനം. ആവശ്യം വരുമ്പോൾ മാത്രം സംസാരിക്കുകയും അല്ലാത്തപ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നതാണ് എന്റെ കാലശേഷം നിനക്ക് മുറുകെ പിടിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗർ ഖമൂശ് ഹൈ തോ ഖുദാ കീ കിതാബ് ഹൈ ഗർ ബോലനെ ലഗേ. നബി മിണ്ടാൻ തുടങ്ങിയാലോ റിസാലത്ത് മാബ് ഹൈ. മിണ്ടാൻ തുടങ്ങിയാൽ അവിടുന്ന് തന്നെയാണ് അള്ളാന്റെ റസൂല്.
ആയിഷ ബീവിയെ ഇപ്പോൾ ഓർക്കാൻ കാരണം എന്തായിരുന്നു അവിടുത്തെ സ്വഭാവം? അവിടുത്തെ ഹുലുക്ക് ഖുർആൻ തന്നെയായിരുന്നു. മദീനയുടെ തെരുവിലൂടെ ഒരു മുസ്ഹഫ് നടന്നുപോയി. ഗർ ഖമോശ് ഹൈ തോ ഖുദാ കി കിതാബ് ഹൈ, ഗർ ബോലനെ ലഗേ തോ റിസാലത്ത് മാബ് ഹൈ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.